സത്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുക എന്ന പേരിൽ തുടങ്ങിയ CJPയുടെ പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ജിഹാദി ഇടത് തീവ്ര ഇടത് രാജ്യവിരുദ്ധ അർബൻ നെക്സൽ എക്കോസിസ്റ്റം കൈയടക്കി എന്ന് പറയേണ്ടി വരും. ഈ അഭിജിത് ദീപ്ക ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു അർബൻ നെക്സലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലേക്ക് ഇത് മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ള ദേശവിരുദ്ധരുടെ ഒരു താവളമായി മാറി എന്നുള്ളതാണ്. അതുമാത്രമല്ല ഹിന്ദു വിരുദ്ധത, എന്തിനാണ് ഇവിടെ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കേണ്ട ആവശ്യം? വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ BJP നിങ്ങൾക്ക് വിമർശിക്കാം. BJP വിമർശിക്കുന്ന എങ്ങനെയാണ് ഹിന്ദു വിരുദ്ധമായി മാറുന്നത് എന്നുള്ളതാണ്. അത് BJP വിമർശനത്തിൻ്റെ മറവിൽ ഈ സംഭവം മൊത്തം ഒരു ഹിന്ദു വിരുദ്ധ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയി. പ്രകാശ് രാജ് വന്നിട്ട് പറയുന്നു ജയ് ശ്രീരാം എന്ന് വിളിക്കരുത്, ജയ് സംവിധാൻ എന്ന് വിളിക്കണമെന്ന്. कोर्ट से आने बाहर आ रहा था मैंने, तो ये लोग प्लान किए थे BJP के लॉयर्स कि जय श्री राम बोलेंगे. मैंने बोला बोलो भाई, मैं जय संविधान बोलूंगा. जय संविधान. നല്ല കാര്യം തന്നെ, ജയ് സംവിധാൻ, കോൺസ്റ്റിറ്റ്യൂഷനോട് നമുക്ക് ബഹുമാനം വേണം. പക്ഷെ അതേ വേദിയിൽ തന്നെ വേറൊരു ഹിന്ദു നാമധാരിയായ സ്ത്രീ വന്നിട്ട് പറയുന്നു ബസ് നാമ രഹേഗ അല്ലാക്കാന്ന്, അതായത് അള്ളാഹുവിൻ്റെ നാമം മാത്രമേ അന്തിമമായിട്ടുള്ളൂ, അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രകീർത്തനങ്ങളൊക്കെ നടത്തുന്നു. नाम रहेगा अल्लाह का. इसी लाइन से सबसे ज्यादा दुख हो रहा था राइट विंग को. उनको समझ ही नहीं आ रहा था कि ये हाईएस्ट वेदांत है. अल्लाह का मतलब वो शक्ति जो हम सब में है. അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായി ശ്രീരാമനെ വലിച്ചെഴിച്ചു കൊണ്ടുവന്നു. രാമൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ഹിന്ദുക്കൾ, കോടിക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്ന രാമൻ എന്നുള്ള ഒരു സങ്കല്പത്തെ കൊണ്ടുവന്ന് ആ രാമനെ ഡീഫെയിം ചെയ്യാൻ, ആ നാമത്തെ ഡീഫെയിം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കുനാൽ കാമറ വന്ന് രാമനെയും സീതയെയും അധിക്ഷേപിക്കുന്നു. സർക്കാർ है ये जो कर रही है, ये बहुत सालों से कर रही है और हमने देखा है कि ये लोग बस सीता के पति का नाम ले लेके नीता के पति का काम कर रहे हैं. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്കെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്നു, ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സംഭവിക്കുന്നത് ഇസ്ലാമിക ആ ഒരു രീതിയിലുള്ള പ്രബോധനങ്ങളൊക്കെ അവിടെ നടത്തുന്നു. അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഉത്തരേന്ത്യയിൽ ഹിന്ദു വിരുദ്ധത വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുന്തും നടക്കില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സമരം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. ഇത് നല്ലൊരു കോസായിരുന്നു. സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജനസമക്ഷം കൊണ്ടുവരാൻ നല്ല രീതിയിൽ നിഷ്പക്ഷമായ ഒരു വേദി എന്നുള്ള രീതിയിൽ അഭിജിത് ദീപ്കയ്ക്കും CJPക്കും ഇത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് ട്രാക്ഷനൊക്കെ ലഭിക്കായിരുന്നു. ഇത് വെറും BJP വിരുദ്ധരുടെ, ഹിന്ദു വിരുദ്ധരുടെ ഒരു താവളമായി മാറി എന്നുള്ളതാണ് ജന്തർ മന്തർ.